ദ ബ്രൈറ്റസ്റ്റ് ഓഫ് ദ ട്വിങ്കിൾസ് ഞാൻ ഒരു ലിസണറുടെ കണ്ണിൽ കണ്ടിരിക്കുന്നത് വെൻ ഐ ഇൻട്രൊഡ്യൂസ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. എൻ്റെ ഒരു ഇപ്പോൾ 25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഒരു കൊല്ലം ചിലവാക്കാൻ എനിക്ക് എൻ്റെ കുട്ടിയെ ഡോക്ടറാക്കാൻ പറ്റും. ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എഞ്ചിനീയറിംഗ് കോളേജസിൽ ചേർത്തിട്ട് എഞ്ചിനീയർ ആക്കാം. ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ കിട്ടാവുന്ന കുറേ ഡിഗ്രികളാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, എൻ്റെ അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, എൻ്റെ ബ്രദർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണെന്ന് പറഞ്ഞിട്ടും ഒരു 1 കോടി റുപ്യ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ മകനെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഈ കമ്പ്യൂട്ടേഴ്സും ഓട്ടോമേഷൻസും ഒക്കെ റീപ്ലേസ് ചെയ്യുമായിരിക്കാം. നിങ്ങൾ AI ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റീപ്ലേസ്ഡ് ആവും. അതൊരിക്കലും ഈ ലൈഫ് സെറ്റ് എന്ന് പറയുന്ന ഒരിക്കലും 21-ാം വയസ്സിൽ 1 കോടി രൂപ ശമ്പളം കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലക്ഷ്യ പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രസക്തി വരുന്നത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഫ്രണ്ട്സ്, കൂടെയുള്ള മെൻറ്റേഴ്സ്, ഫാക്കൽറ്റീസ് അല്ലേ, കാരണം ഇത് കംപ്ലീറ്റ് ഒരു എക്കോ സിസ്റ്റം ആണല്ലോ. ഇതെല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോഴല്ലേ ഒരു പഠിത്തം. ഈ കോഴ്സിൻ്റെ വാലിഡിറ്റിക്ക് ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ യാതൊരു കുറവും വന്നിട്ടില്ല. വേറെ എത്രയൊക്കെ പുതിയ കോഴ്സസ് വന്നിട്ടുണ്ടെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഡീവിയേഷൻ മാത്രമാണ് ഈ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് വരുന്നവർക്കും സയൻസ് ഫീൽഡിൽ നിന്ന് വരുന്നവർക്കും തമ്മിലൊരു വ്യത്യാസം സിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവാം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആണോ? അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. ബുദ്ധിയുള്ള കുട്ടിയാണ്. നേരത്തെ അറിയണമായിരുന്നു. ഹലോ എവരിവൺ, വെൽക്കം ടു കൊമേഴ്സ് ടോക്സ് വിത്ത് അവിനാഷ് കുളൂർ. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ എപ്പിസോഡിൽ. അതിനൊരു വലിയ കാരണമുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒബ്വിയസ്ലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും അറിയുന്ന കോഴ്സാണെങ്കിലും അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ അതെല്ലാം ശരിക്കും എന്നെ ഈ പറയുന്ന എപ്പിസോഡിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നൊരു കാര്യം. കാരണം ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കൊമേഴ്സ് ടോക്സ് വിത്ത് അവിനാഷ് കുളൂർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്താൻ തീരുമാനിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ടീച്ചർ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഈ ഒരു ടോക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഞാനൊരു സ്റ്റുഡൻ്റായി പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിക്കാൻ വന്ന എൻ്റെ ടീച്ചർ തന്നെ ഇന്ന് ഈ പറയുന്ന ടോക്ക് ഷോയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ആരെയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഏതൊരു കുട്ടിക്കും അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. ശരിക്കും ഞാനിപ്പോൾ തിരിച്ചൊരു ഒരു കുട്ടിയുടെ ലെവലിലേക്ക് ഇന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഏകദേശം 29 വർഷം ആയി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആയി ക്വാളിഫൈ ചെയ്ത 23 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒബ്വിയസ്ലി ഇന്ന് കേരളത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാക്കൽറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ യങ് ആയിട്ടുള്ള കുറേ ഫാക്കൽറ്റീസിനെ കാണുന്നുണ്ടാവും. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് തന്നെ ഇന്ന് കേരളത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ മാമിൻ്റെ കാട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ഇന്ന് കേരളത്തിൽ CA ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുറേ പേര് ഓൾറെഡി ഈ പേര് ഗെസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഇന്ന് ഇത് കാണുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ഒരു ഭൂരിഭാഗം ചാർട്ടേഡ് അക്കൗണ്ടൻസും എന്തായാലും ഈ പേര് ഓൾറെഡി ഗെസ് ചെയ്തിട്ടുണ്ടാവും. സോ എൻ്റെ ഫസ്റ്റ് ഗസ്റ്റ് ഇന്നത്തെ ഈ എപ്പിസോഡിന് സ്മിത മാം ആണ്. സോ താങ്ക് യു സോ മച്ച് മാം ഫോർ ടേക്കിംഗ് യുവർ ടൈം ആൻഡ് കമ്മിങ് ഫോർ ദിസ് ടോക്ക്. മൈ പ്ലഷർ അവിനാഷ്, മൈ പ്ലഷർ. അവിനാഷിനെ എനിക്ക് തോന്നുന്നു ഒരു 2012-13 ആ ഒരു കാലഘട്ടത്തിലാണ്. കുറച്ചുകൂടി 2005-ലാണ് അവിനാഷിനെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അന്നൊന്നുമായിട്ട് കാണാനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, എക്സെപ്റ്റ് ഒരു കുറച്ച് ഗ്രേ അവിടെ ഇവിടെ കാണാനുണ്ട്. അതെ അവിടെ ഇവിടെ നിന്നുള്ള അല്ലാണ്ട്. പക്ഷെ അന്ന് തന്നെ ആ സ്പാർക്ക് ഞാൻ ഫീൽ ചെയ്തിരുന്നു കേട്ടോ. ഇയാൾ ഇവിടെ നിൽക്കാനുള്ള ആളല്ല എന്നുള്ള കാര്യം അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ സന്തോഷം. എപ്പോഴും എനിക്ക് തോന്നാറുള്ളത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യണത് കുട്ടികളാണ്. ടീച്ചേഴ്സ് എത്ര നല്ലതാണെന്നുള്ളത് ടീച്ചേഴ്സ് അല്ല തീരുമാനിക്കണേ, സ്റ്റുഡൻസ് എത്ര എത്തണോ എന്നുള്ള ലെവലാണ് ആ ടീച്ചറുടെ ക്വാളിറ്റിയും മെറിറ്റും തീരുമാനിക്കണേ. അപ്പോൾ അവിനാഷിനെ കാണുമ്പോൾ എനിക്കിപ്പോൾ അത് ഞാൻ എടുത്ത പ്രൊഫഷൻ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ആ ടീച്ചിങ് എന്നുള്ള ഫീൽഡ് തെറ്റിയില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണ കുറച്ച് സ്റ്റുഡൻസ് ആണ് അവിനാഷിനെ പോലെയുള്ള ആൾക്കാർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ശരിക്കും അതാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാലും ഇതാണ് മാം സംബന്ധിച്ചോളം ഇപ്പോൾ
നിങ്ങളിപ്പോൾ മാമിനെ കണ്ടപ്പോൾ തന്നെ കുറെ ഇപ്പോൾ ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് കാണുന്നുണ്ടാവും. ഞാൻ 29 years എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മാം പെട്ടെന്ന് കണ്ടപ്പോൾ മാം ഭയങ്കര ചെറുപ്പമാണല്ലോ, മാമിനത്തെ എക്സ്പീരിയൻസ് തോന്നുന്നില്ല എന്നുള്ളത്. എന്നെ കാണുമ്പോൾ കുറച്ച് ഗ്രേ ഉണ്ടെങ്കിലും മാം ഇപ്പോഴും പഴയ മാം എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് മാം ഇപ്പോഴും കാണാൻ. അതുപോലെ എൻ്റെ കൂടെ രണ്ടാമത്തെ ഒരു ഗസ്റ്റ് ഉണ്ട്. അത് ഭയങ്കര കുട്ടികളുടെ ഭയങ്കര പോപ്പുലറാണ്, ഭയങ്കര ഫേവറേറ്റ് ആണ്. ശരിക്കും രണ്ടുപേരാണ് കേട്ടോ ഒന്നിച്ചുണ്ടാവുക. എന്നാൽ രണ്ടാമത്തെ ആളില്ലാത്തതിൻ്റെ ഒരു വിഷമം പുള്ളിക്ക് ഉണ്ടാവും. രണ്ടുപേരും രണ്ട് ഫാക്കൽറ്റി ഉണ്ട്, ഭയങ്കര കൂട്ടാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ ട്രോൾ എന്നൊക്കെ കാണാം. നമ്മുടെ ഞാൻ പണ്ട് CA ഫൗണ്ടേഷനിൽ ലോ പഠിപ്പിക്കുന്ന സമയത്ത് ഇനീഷ്യലി ഒരു 2 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലക്ഷ്യയിൽ ഞാൻ കൂടുതലും ഇന്ററും ഫൈനലിലേക്ക് ഫോക്കസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, ഓഡിറ്റ് ഫോക്കസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്നെക്കാട്ടും നന്നായി ലോ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി ലക്ഷ്യയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ലോ പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. ഏകദേശം 2014 തോന്നുന്നു ഞാൻ CA ഫൗണ്ടേഷൻ ലോ ഇനി അങ്ങനെ ഓവറായിട്ട് പഠിപ്പിക്കുന്നില്ല, കാരണം പുതിയൊരു ഫാക്കൽറ്റി വന്നു. നിങ്ങൾ എന്തായാലും പേര് ഗസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ തന്നെ, കാരണം ലോ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് കേരളത്തിൽ എന്താണ് പറയാനുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ ഫൗണ്ടേഷനിൽ, അല്ലേ? അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായ. പിന്നെ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വന്ന സമയത്ത് നമ്മളെല്ലാവരും എങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കണം എന്ന് പോലും അറിയാത്തൊരു സമയത്ത് എനിക്ക് ഇപ്പോഴും അറിയാം സാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ സാർ അപ്പത്തേക്ക് ഈ ഓൺലൈനിനെ പറ്റി പഠിക്കുന്നതും എങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സ്വന്തമായൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുകയും അത്രയും ദാറ്റ് ഇസ് ആ ഒരു ലെവൽ ഓഫ് ഡെഡിക്കേഷൻ ഞാൻ സാർ അടുത്തുനിന്നാണ് ആക്ച്വലി കണ്ടത്. അവിടെ നിന്നാണ് ഞാനും ആക്ച്വലി പഠിച്ചത് ഇങ്ങനെ എന്തൊക്കെയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്താണ് സാറിന്റെ കൂടെ സാറിന്റെ ഫ്രണ്ടിനെയും കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ചൊരു എന്താണ് സാഹചര്യം മൂലം സാർ ഇന്ന് എത്തിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് ലോ പഠിപ്പിക്കുന്ന സാർ നമ്മളോട് നിങ്ങൾ എന്തായാലും ഗസ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ സ്വന്തം റമീസ് സാർ. അപ്പോൾ റമീസ് സാറും നമ്മളോടൊപ്പം തന്നെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സാർ, സാറിന് ടൈം എടുത്ത് ഇവിടെ വന്നു. സാർ കുറച്ച് ഗൗരവത്തോടെയാണല്ലോ ഇരിക്കുന്നത്. കാരണം സാറിന്റെ ഇത് കുട്ടികൾ കുറച്ചൊന്നും ഇങ്ങനെ എന്താണ് സാറിന്റെ ഇൻസ്റ്റാഗ്രാം കണ്ട് പ്രതീക്ഷിക്കണം. എന്തായാലും സാർ താങ്ക് യു സോ മച്ച് രണ്ടുപേരും ഈ ടോക്ക് ഷോയിൽ വന്നത്. ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോഴ്സുകളെ പറ്റിയിട്ട് കുട്ടികൾ അന്വേഷിക്കുന്നു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഓബ്വിയസ്ലി കുറച്ചുകൂടി രണ്ടുപേരും ഞാൻ ബേസിക്കലി ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഈ കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് നിങ്ങൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്ത് ഇപ്പോൾ CA എന്ന് പറയുന്നൊരു ക്വാളിഫിക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറേ സംശയങ്ങൾ, ദാറ്റ് ഇസ് ഇപ്പോഴത്തെ റെലവൻറ്റ് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ മാമിലേക്ക് തന്നെ വരാം. മാം CA ക്വാളിഫിക്കേഷൻ എടുത്തത് ഞാൻ മാമിനോട് സംസാരിക്കും. മാം പറഞ്ഞത് 1994 മാം CA പഠിക്കാൻ തീരുമാനിച്ചത് അല്ലേ? 97 മാം ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ 94 മാം ഒരു ഡിസിഷൻ എടുത്തു, CA എടുക്കാം അല്ലെ, CA പഠിക്കാം. അങ്ങനെയാണെങ്കിൽ 2026 ഇത്രയും ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്നിപ്പോൾ ACCA CMA എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ കിടക്കണം. അന്ന് ഇങ്ങനെ മാം എടുക്കുന്ന സമയത്ത് CAൻ്റെ അപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഇന്ന് 2026 ഒരു കുട്ടീനെ മാം മീറ്റ് ചെയ്യുകയാണെങ്കിൽ, +2 കഴിഞ്ഞൊരു കുട്ടി, മാം ഒരു ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടീനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ CAൻ്റെ റെലവൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് മാമിൻ്റെ ഒരു വിലയിരുത്തൽ? കാരണം അന്നത്തെ വെച്ച് ഇന്നൊരു കുട്ടി അത് എടുക്കുന്നതിൽ എത്തുന്നതാണ് മാമിൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് പല അവസരങ്ങളിലും നമ്മളിങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പല ഐഡൻറ്റിറ്റീസാണ് നമ്മൾ പറയുക. ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ ഹസ്ബൻഡാണ്, ഇന്നയാളുടെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് പല ഐഡൻറ്റിറ്റീസ് നമുക്ക് പല അവസരങ്ങളിലുണ്ടാവും, പല സർക്കിൾസിൽ പോകുമ്പോൾ. പക്ഷേ പറയണതിൽ ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെ തന്നെ പറയട്ടെ, ദ ബ്രൈറ്റസ്റ്റ് ഓഫ് ദ ട്വിങ്കിൾസ് ഞാൻ ഒരു ലിസണറുടെ കണ്ണിൽ കണ്ടിരിക്കുന്നത് when I introduce as a chartered accountant. എപ്പോഴും ഞാൻ CA ആണെന്ന് പറയുമ്പോൾ ഇങ്ങനെ കാഷ്വലായിട്ട് ഇരിക്കുന്ന ഒരാൾ ഞാൻ CA ആണെന്ന് പറഞ്ഞാൽ ഒന്നും ഇങ്ങനെ നമ്മളെ ഒന്നും കൂടി ഇങ്ങനെ നോക്കും. എന്നിട്ട് ആദ്യത്തെ ചോദ്യം പാസ്സായതാണോ എന്ന് ഞാൻ പറയാം അതെ പാസ്സായതാണ്. മുഴുവനും ചോദിക്കും. അപ്പൊ മുഴുവനും പാസ്സായതാണ് എന്ന് പറയും. ഇപ്പോഴും എന്താ പറയാ, അത് അന്നത്തെ കാലത്തല്ല ഞാൻ പറയണേ, ഇന്നും അതെ നമ്മൾ CA ആണ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവും. ചേച്ചി എന്ന് വിളിക്കാനുള്ള ചിലപ്പോൾ മാഡം എന്ന് വിളിച്ചു എന്ന് വരാം. അപ്പോൾ അതിനൊന്നിനും ഈ കോഴ്സിന്റെ വാലിഡിറ്റിക്ക് ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ യാതൊരു കുറവും വന്നിട്ടില്ല. വേറെ എത്രയൊക്കെ പുതിയ കോഴ്സസ് വന്നിട്ടുണ്ടെങ്കിലും ഈ കോഴ്സിന് യാതൊരു എന്താ പറയാ താഴെ പോവേ അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അതിന് ഡിറ്റീരിയോറേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം. അതെ കൂടിയിട്ടേ ഉള്ളൂ. ആൾക്കാരെ പേടിക്കുന്ന പോലെ CA എണ്ണം കൂടുമ്പോൾ
സിഎക്കാരുടെ റെലവൻസ് കുറയുന്നു, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ഇക്കോണമിയും ചാൻസസും ജോലി സാധ്യതകളും ഒക്കെ കൂടല്ലേ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തിനാ ഇതിനെപ്പറ്റി ഒരു പേടി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതാണ് അത് ശരിക്കും മാം പറഞ്ഞ പോലെ ശരിക്കും നോക്കുകയാണെങ്കിൽ അല്ലേ, ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് പറയാം അല്ലെ. എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ എന്താണ് പല ക്വാളിഫിക്കേഷനെ പറ്റി പറയുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് പറയുമ്പോൾ ആ ചോദ്യങ്ങൾ ഭയങ്കര റെലവന്റാ. ഫുള്ളി പാസ്സായോ, എല്ലാം തീർത്തോ, എത്ര അറ്റംപ്റ്റുകൾ എടുത്തു, ഇത് എങ്ങനെ തീർത്തു? കാരണം ഒരു പേടിയോട് കൂടിയാണ് ശരിക്കും ഈ കോഴ്സിന് ആൾക്കാർ കണ്ടിരിക്കുന്നത്. CA എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനാണ്, പാസ് പെർസെന്റേജ് കുറവാണ്, വളരെ കുറച്ച് പേരെ പാസ്സാവാറുള്ളൂ, 2%, 3%, 10%, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇതിനെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യും. പാസ് പെർസെന്റേജ് തന്നെയാണ്. ഇന്നും റീസെന്റ് ഞാനൊരു സെഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടികളോട്, എത്ര പേര് ഇപ്പൊ CA പാസ്സാവുന്നുണ്ട്? 100 പേര് എഴുതിയാൽ എത്ര പേര് പാസ്സാവും? I was shocked. ഇപ്പോഴും കുട്ടികൾ പറയുന്നത് 2 പേര് പാസ്സാവും. കാരണം ഇപ്പോഴും ആ 2% ഏതോ ഒരു കാലത്ത് ഒരു എക്സാമിന് മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഫൗണ്ടേഷൻ ലെവലല്ലേ സാർ ഏറ്റവും കൂടുതൽ? ഫൗണ്ടേഷൻ ലെവൽ ഫാക്കൽറ്റി, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ട് സ്പേസ് ആണ്. കാരണം റോ ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് സാറിന് കിട്ടുന്നത്. കാരണം ഇത് ആഗ്രഹിച്ച് വരുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും, പിന്നെ ഫൗണ്ടേഷൻ കിട്ടിയ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു റോ സ്റ്റേജാണ് അല്ലേ. കാരണം +2 കഴിഞ്ഞ ഉടനെ കോഴ്സ് പഠിക്കാൻ തീരുമാനിക്കുന്നു, കയറുന്നു. അതിൽ സാറിന് ഇപ്പോ ഈ ടോപ്പേഴ്സ്, ഈ CA-കാരിൽ ഞാൻ എപ്പോഴും കേട്ടൊരു കാര്യമാണ്, കൊമേഴ്സുകാർക്ക് എടുക്കാം, അത് കൊമേഴ്സിന് ടോപ്പേഴ്സിന് എടുക്കാം. പക്ഷെ സാർ ഇപ്പോൾ ഒരു 10-12 വർഷമായില്ലേ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? 3 വർഷമായി അല്ലേ, മോർ ദാൻ 10-12 years ആയി. എന്താണ് സാറിന്റെ അഭിപ്രായം? ഈ ടോപ്പേഴ്സ് മാത്രമാണോ ഈ CA കോഴ്സ് ചെയ്യുന്നത്? സയൻസ് സ്റ്റുഡൻസ് ഈ കോഴ്സ് ചെയ്യുന്നപ്പോൾ കാണുന്നുണ്ടല്ലോ. സാറിന്റെ ഫൗണ്ടേഷൻ ലെവൽ എന്താണ് സാറിന് തോന്നിയിരിക്കുന്നത്? എന്താണ് ശരിക്കും കുട്ടികൾക്ക് വേണ്ടത് ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ? ഈ ടോപ്പർ ആവലാണോ? ആക്ച്വലി ശരിക്കും ഇത് വർഷങ്ങളായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. അതായത് ഇപ്പോഴും ഒരു മാറ്റം ഇതിനകത്ത് വന്നിട്ടില്ല. ഈ 12 വർഷക്കാലമായിട്ടും ഇപ്പോഴും കുട്ടികൾ വിശ്വസിക്കുന്നത് CA പോലത്തെ കോഴ്സുകൾ കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രം പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതിലുള്ള ടോപ്പേഴ്സിന് മാത്രം പറ്റുന്നതായിട്ടാണ് കുട്ടികളുടെ ഒരു ധാരണ. പക്ഷെ നമ്മളെപ്പോഴും സാധാരണ എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾ, കൊമേഴ്സ് അല്ലാതെ വരുന്ന കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ സബ്ജക്ട് വൈസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ സബ്ജക്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് 4 സബ്ജക്റ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 4 സബ്ജക്റ്റിൽ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ബിസിനസ് ലോ എന്നുള്ള സബ്ജക്ട്, ഇത് എല്ലാവർക്കും പുതിയതാണ്. എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് പഠിച്ചവർക്കും സയൻസ് പഠിച്ചവർക്കും ഒക്കെ പുതിയതാണ്. പിന്നെ വരുന്നത് അക്കൗണ്ടൻസിയും എക്കണോമിക്സും ആണ്. അപ്പോൾ ഈ 2 സബ്ജക്റ്റ് മാത്രമേ കൊമേഴ്സുകാർക്ക് ബേസ് ഉള്ളൂ. അതിലൊരു പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സും ആണ്. പിന്നെ വരുന്നത് മാത്സ് ആണ്. ഇപ്പൊ മാത്സ് ചിലപ്പോൾ കൊമേഴ്സുകാർക്ക് ബേസ് ഉണ്ടാവില്ല, പക്ഷെ ഈ സയൻസ് സ്റ്റുഡൻസ് ആ ഒരു സബ്ജക്റ്റിൽ വളരെയധികം നല്ല എന്തായിരിക്കും എക്സ്ട്രീം ആയിട്ട് അവർ നല്ല ലെവലിൽ പെർഫോം ചെയ്യാറുണ്ട്. അപ്പൊ ആക്ച്വലി ഒരു സബ്ജക്റ്റിന്റെ ഒരു ഡീവിയേഷൻ മാത്രമാണ് ഈ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് വരുന്നവർക്കും സയൻസ് ഫീൽഡിൽ നിന്ന് വരുന്നവർക്കും തമ്മിലൊരു വ്യത്യാസം CA-യിലേക്ക് വരുമ്പോൾ ഉണ്ടാവാം. പഠിച്ചെടുക്കാവുന്നേ. എനിക്ക് തോന്നി സയൻസ് സ്റ്റുഡൻസ് പിന്നെയും പേടിക്കുന്ന പ്രധാന കാരണം ഈ സൊസൈറ്റിയിൽ ഇപ്പോ ഡോക്ടർ എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയ ഒരു സ്പേസ് ആണല്ലോ ഈ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറിൽ IIT എന്നൊക്കെ പറയുന്നത് കിട്ടുന്ന ഒരു സ്പേസ്. അത് ലൂസ് ഔട്ട് ആവുന്നുണ്ടോ എന്നൊരു പേടിയാണോ? എന്താണ് ഈ സയൻസ് സ്റ്റുഡൻസിന് പെട്ടെന്ന് ഇപ്പോ ആ ഒരു നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നുന്നു? എന്തുകൊണ്ട് ഈ ഡൗട്ട്, ഈ സ്വിച്ച് ചെയ്യാനുള്ള ഡൗട്ട് എന്തുകൊണ്ടാണ്? അവർക്ക് എന്തുകൊണ്ട് ധൈര്യമായിട്ട് ഇപ്പോൾ കോമേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല? അത് റെസ്പെക്ട് അങ്ങനത്തെ കാര്യങ്ങളാണോ, അതോ അവർ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്? എന്താണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് തോന്നിയത്? ശരിക്കും ഈ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഈ സയൻസ് എന്ന് പറയുന്ന ഒരു ലക്ഷൂറിയസ് പൊസിഷൻ ആയിട്ടാണ് ആളുകൾ എപ്പോഴും കാണുന്നത്. അതായത് ബുദ്ധിയുള്ള കുട്ടികൾ സയൻസ് എടുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു തോന്നൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ പാരന്റ്സും ആദ്യം സയൻസ് എടുപ്പിക്കാൻ നോക്കി. ദെൻ അത് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് നോക്കും, അത് കിട്ടാത്തതുകൊണ്ട് കൊമേഴ്സ് എടുക്കും. അപ്പോൾ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റും കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു മോശം മൊമെന്റ്. പക്ഷെ ഇന്ന് ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു ജനറേഷനിൽ ഇപ്പോഴും ഈ സയൻസിനോട് വല്ലാത്തൊരു ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർ സയൻസ് +2 കഴിയുമ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നത്, ഞാനൊരു MBBS-ന് പോയാൽ ഒന്ന് നീറ്റ് എഴുതി കിട്ടണം. ആ നീറ്റ് എഴുതി കിട്ടിയാൽ തന്നെ അതും വർഷത്തിലൊരു നീറ്റേ ഉള്ളൂ, അതും എഴുതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി കിട്ടിയാൽ തന്നെ നമ്മളൊരു 5 വർഷം MBBS പഠിച്ചു, ഒരു കാര്യമില്ലാത്തൊരവസ്ഥയാണ്. അത് കഴിഞ്ഞ് വീണ്ടും പഠിക്കണം. അപ്പൊ +2 കഴിയുമ്പോഴാണ് ഈ കുട്ടികളുടെ ഒരു ഫ്രീഡത്തിൽ ഒരു ചിന്തിക്കുന്നത്. അപ്പൊ പലപ്പോഴും അവർക്ക് റെസ്ട്രിക്ഷൻ വരും, സയൻസിൽ നിന്ന് മാറണ്ടേ, പേരൻസിന്റെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവില്ല. പലപ്പോഴും പേരൻസ് ഇൻഫോംഡ് അല്ല ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ കുട്ടികൾ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറെയൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷെ അതിന് പേരൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു പണ്ടത്തെ കാലത്തുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറാൻ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് പേരൻസ് ആണ്. ആ ഒരു പ്രശ്നമാണ് ഡിസിഷൻ മേക്കിംഗ് ഡിഫറൻസ് വരുന്നത് അല്ലേ.
ഞാനും അത് പറയട്ടെ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു. പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് എടുത്തത്. അന്നൊക്കെ അങ്ങനെയാണല്ലോ, പഠിക്കുന്ന കുട്ടികൾ സയൻസ് എടുക്കുക എന്നുള്ള എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ അത്രേ ഉള്ളൂ ചിന്ത. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഞാൻ സയൻസ് എടുക്കാനുള്ള കാരണം വേറൊന്നും ഇതായിരിക്കാം, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് സയൻസ് എടുത്തത്. അപ്പൊ ഞാനും അവരുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി സയൻസ് എടുത്തു. അല്ലാണ്ട് എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പിന്നെ +2 കഴിഞ്ഞിട്ട്, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ 2 ഫ്രണ്ട്സിനും നീറ്റ് കിട്ടി. അവർക്ക് എൻട്രൻസ് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ശരിക്കും ഒരു നടുകടലിൽ വീണ പോലത്തെ ഒരു അനുഭവം ഉണ്ടായത്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു അന്ന്. ഒരു പ്രാവശ്യം കൂടിയും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തു, എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എനിക്ക് ഈ ഫിസിക്സും കെമിസ്ട്രിയും തലയിൽ കയറണേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പറഞ്ഞാൽ വിശ്വസിക്കാറില്ല, ഞാൻ സ്വപ്നം കാണാറുണ്ട് നാളെ കെമിസ്ട്രി പരീക്ഷയാണ്, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. ശരിക്കും എനിക്ക് ഇപ്പോഴും അതൊന്നും മനസ്സിലായിട്ടില്ല. ഫിസിക്സും കെമിസ്ട്രിന്റെ തലയിൽ കയറിയിട്ടേ ഇല്ല. അങ്ങനെ നീറ്റ് എഴുതി കിട്ടിയില്ല, ഇനി എന്തെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ CA ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു, എൻ്റെ ബ്രദർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ പിന്നെ നാച്ചുറലി ഈ വഴിയിലേക്ക് തിരിഞ്ഞു എന്ന് പറയാം. പിന്നെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു, BCom ചേർന്നു. ഈ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തള്ളലാന്ന് വിചാരിക്കരുത്. +2 പ്രീ ഡിഗ്രി ഈ സയൻസ് ആയിട്ടും ഞാൻ BCom യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. അപ്പോൾ അതല്ല ഞാൻ പറയണത്, ആ ഒരു താല്പര്യം പക്ഷെ എനിക്ക് കോമേഴ്സിന് ചേർന്നപ്പോഴാണ് ഒരു താല്പര്യത്തോടു കൂടി പഠിക്കുക എന്നുള്ള ഒരു സംഭവം വന്നത്. അതിപ്പോ അഡൽട്ട് ലേണിംഗ് അപ്പൊ വന്നതാണോ എന്തറിയില്ല, മറ്റേതൊക്കെ ഒരു ബൈ ഹാർട്ട് സ്റ്റഡി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു താല്പര്യം, ഏത് കോഴ്സ് ആണെങ്കിലും നമ്മൾ ആ താല്പര്യത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ് ആ കോഴ്സിൽ നമ്മൾ ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്താൻ വേണ്ടത്. വേറൊരാളുടെ പല കുട്ടികളും ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സൊന്നും നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള സമയമായിട്ടില്ല. നമ്മുടെ താല്പര്യം എന്താണെന്ന് നമുക്കന്ന് മനസ്സിലാവില്ല. ഫ്രണ്ട്സ് എന്ത് ചെയ്തു അല്ലെങ്കിൽ അച്ഛനമ്മമാരെന്ത് പറഞ്ഞു എന്നുള്ളതിലായിരിക്കും നമ്മൾ ചെയ്യണത്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണത് ഈ പറഞ്ഞ പോലെ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴാവും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കണതും. ആ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോയാൽ മതി, ബാക്കിയെല്ലാം നമ്മളെ തേടി വന്നോളും. സയൻസ് ആയിരുന്നു. പക്ഷെ ആ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആട്ടോ. കാരണം എനിക്കും 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവായിരുന്നു, പക്ഷെ +2 എനിക്ക് ടോപ്പറാണ്. ഞാൻ കോമേഴ്സ് എടുത്ത ശേഷമാണ് 90%. അതാ പറയുന്നത്, നമുക്ക് ആ ഫീൽഡിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് അത് കുറച്ചൊരു ഭാഗ്യവും പിന്നെ നമ്മൾ തോന്നേണ്ട സമയത്ത് തോന്നേണ്ടതൊക്കെ ഉണ്ടായിരിക്കാം. കുറെ ഫാക്ടേഴ്സ് പുറമേ ഉണ്ട്, പക്ഷെ നമ്മളുടെ ഇഷ്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുക്കണം. പക്ഷെ ഇതിൽ വലിയൊരു ഫാക്ടർ മാം പറഞ്ഞെന്ന് വെച്ചാൽ, മാം പറഞ്ഞ പോലെ മാമിന്റെ വീട്ടില് CA ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാമിന് ആ ട്രാൻസിഷൻ എളുപ്പമായിരുന്നു. കോമേഴ്സിലേക്കുള്ള ട്രാൻസിഷൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പോ പ്രശ്നം എടുക്കുന്ന വെച്ചാൽ ഈ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ട്രീ ഇല്ലെങ്കിൽ. പക്ഷെ അറിയാം കേട്ടോ, ആൾക്കാർക്ക് എന്നാലും ഇപ്പോൾ കോമേഴ്സിന്റെ സാധ്യതകളെ പറ്റിയിട്ട് വളരെയധികം മനസ്സിലായിരുന്നു. ഈ MBBSന്റെ പിന്നാലെ പോണത് കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത്തെ പോയിന്റ് ഈ പറഞ്ഞ പ്രായം, എത്ര കാലം നമ്മൾ പഠിക്കണം എന്നുള്ളതാ. ഒരു 30 വയസ്സാവും നമ്മളുടെ ലൈഫ് സെറ്റ് ആവാൻ. കോമേഴ്സിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ 23 വയസ്സിലാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയത്. അപ്പോൾ 23 വയസ്സിൽ കഴിഞ്ഞു, അത്രയും നമുക്ക് പഠിക്കേണ്ടു. ദർ ഇസ് നോ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ. ബാക്കി ഏത് കോഴ്സ് എടുത്തു നോക്കൂ, MBBS കഴിഞ്ഞാൽ MD കഴിഞ്ഞാൽ DM വേണം, BTech കഴിഞ്ഞാൽ MTech വേണം, BE കഴിഞ്ഞാൽ വീണ്ടും വേണം, LLB കഴിഞ്ഞാൽ LLM വേണം. എല്ലാ കോഴ്സിനും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വേണം, പക്ഷേ CAക്ക് വേണ്ട. അപ്പൊ വളരെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ഒരു ലൈഫ് സെറ്റ് ആക്കാം. അതൊരു കോൺട്രവേഴ്ഷ്യൽ ഇതാണല്ലോ. ലൈഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ അപ്പൊ പറയും എങ്ങനെ ലൈഫ് സെറ്റ് ആവും, എന്താണ് ലൈഫ് സെറ്റ് ആവുക. സാർ, ഈ ലൈഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കോൺട്രവേഴ്ഷ്യൽ തന്നെ ചോദിക്കട്ടെ സാർ. ഈ ലൈഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എടുക്കുന്നത്. 21ാം വയസ്സിൽ ലൈഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ACCA പഠിച്ചാൽ അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ പഠിച്ചാലുള്ള ഒരു സെറ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും ഈ ലൈഫ് സെറ്റ് എന്ന് പറയുന്ന ഒരിക്കലും 21ാം വയസ്സിൽ 1 കോടി രൂപ ശമ്പളം കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മാം പറഞ്ഞ പോയിന്റ് ആണ് എനിക്ക് ആ ലൈഫ് സെറ്റിൽ കുറച്ചും കൂടി കണക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അക്കാഡമിക്സ് തീരും 21-22 ആകുമ്പോൾ നിങ്ങളുടെ പഠിത്തം തീരും അല്ലെ സാറിന്? അങ്ങനെയല്ലേ ആ ഒരു വേർഡിന് അങ്ങനെയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ? തീർച്ചയായിട്ടും അല്ലെ? 21-22 വയസ്സാകുമ്പോൾ സാറിന് തോന്നുന്നു കോമേഴ്സ് പഠിച്ചാൽ എന്തായാലും സാറിന്റെ അഭിപ്രായത്തിൽ CA ഒക്കെ
സാറിന്റെ സ്റ്റുഡൻസ് ഒക്കെ ഒരു 22 അല്ലെ, എങ്ങനെയാണ് സാറിന് ഒരു എക്സ്പീരിയൻസ് കണ്ടിരിക്കുന്നത് CA ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ ഒരു? ശരിക്കും അതിലൊരു കാര്യം കൂടി ഞാൻ തുടർന്ന് പറയുമ്പോഴേ, ശരിക്കും ഈ 10th-ലും +2-ന്റെ മാർക്ക് വെച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ഈ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് അളക്കാറുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ 10th നമുക്ക് മാർക്ക് കുറവായിരിക്കും, പക്ഷേ +1 +2 വന്നതിന് ശേഷം കുറച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചില കുട്ടികൾ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ ചില കുട്ടികൾ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്, 3 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ടാവും. ചിലപ്പോൾ ഒരു കൊമേഴ്സിൽ ചിലപ്പോൾ ടോപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, എനിക്ക് സബ്ജക്റ്റിലൊക്കെ നല്ല നോളജ് ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് പഠിച്ച് പാസ്സാവും. അവരെ നമ്മൾ പ്രത്യേകിച്ച് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരാറില്ല. പക്ഷെ മാം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഈ നീറ്റ് കിട്ടാതെ വരുന്ന കുട്ടികൾ, അത് വലിയൊരു ഫാക്ടറാണ്. കാരണം ഇപ്പോൾ മാമിൻ്റെ വീട്ടിൽ ആ ഒരു 2 പേരുണ്ടായിരുന്നു, സാറിന് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു, ആ ട്രീ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവർക്ക് ഈ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ട്രോമയായിരിക്കും. അതായത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ 10th കഴിഞ്ഞതിന് ശേഷം ഇവരെ സയൻസ് എടുപ്പിക്കുന്നത് തന്നെ സയൻസ് എടുത്താലും എങ്ങോട്ട് വേണം പോകാന്ന് പറഞ്ഞിട്ടാ. സയൻസ് എടുത്തു കഴിയുമ്പോൾ ഡയലോഗ് മാറും. സയൻസ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി അങ്ങോട്ടും പോകാൻ പറ്റില്ല, നീ നീറ്റ് തന്നെ പോയി എഴുതുന്നുള്ള ഒരു സെൻസിലേക്ക് വരും. ഞാൻ കണ്ടിട്ടില്ല, നമ്മളെ പല കുട്ടികളും അവർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, സാറേ ഞാൻ ആക്ച്വലി ഓക്കെ ആയിരുന്നില്ല, പക്ഷെ ഒന്നുകിൽ ഒരു പാരൻസിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഭാഗത്തുനിന്ന് പ്രഷർ കാരണമാണ് ഞാൻ നീറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഒരുപാട് അവർ ഭയങ്കരമായിട്ട് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള കുട്ടികളുണ്ട്, ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുണ്ട്. കാരണം അവർ ലൈഫിൽ +2 നല്ല മാർക്ക് കിട്ടി, നീറ്റിന്റെ മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ ഒട്ടും കോൺഫിഡന്റ് അല്ലാണ്ടായിരിക്കും കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് നല്ല രീതിയിൽ അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുത്ത്, എക്സ്ട്രാ ടൈം എടുത്തിട്ട് അവർക്ക് കാര്യങ്ങൾ കൊടുത്ത്, അവർ പിന്നീട് പഠിച്ച് പാസ്സായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഉറപ്പായിട്ടും. കാരണം ഈ റീസെന്റ് നോക്കുകയാണെങ്കിൽ തോന്നുമെങ്കിൽ ഈ പ്രാവശ്യത്തെ ജനുവരിയിലെ CA ഫൗണ്ടേഷന്റെ റിസൾട്ടിൽ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് ലക്ഷ്യയിൽ കിട്ടിയ കുട്ടി സയൻസ് സ്റ്റുഡന്റ് ആണ്. കുട്ടി സയൻസ് ആണ്. സയൻസ് ജൂൺ ബാച്ചില് സയൻസ് ആണ് പഠിച്ചത്. അപ്പൊ അത് ശരിക്കും ആ ഒരു ഡിസിഷൻ ടഫാണ് ആക്ച്വലി അല്ലേ. നമുക്ക് ഈ ടേബിളിൽ ഇരിക്കുമ്പോൾ അത് എളുപ്പമായി തോന്നുകയാണെങ്കിലും എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ പറഞ്ഞ പോലെ 2 വർഷം സയൻസ് പഠിച്ച് പിന്നെ ഒരു BCom ക്ലാസ്സിൽ പോയിരുന്നപ്പോ എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ലിങ്കുകൾ തോന്നിയിട്ടുണ്ടായിരുന്നു. മുഴുവൻ അങ്ങോട്ട് മനസ്സിലാവാത്ത പോലെ, പറയണത് മുഴുവൻ ഞാൻ ആ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലത്തെയും ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അവരാണ് അക്കൗണ്ടൻസിയുടെ ബേസിക്സ് തന്നെ പഠിപ്പിച്ചത് എൻ്റെ ഫ്രണ്ട്സാ. ഞാൻ ക്ലാസ് റൂമിലിരുന്ന് അക്കൗണ്ടൻസിയുടെ ബേസിക്സ് പഠിച്ചിട്ടില്ല, ഒരു ടീച്ചർ എന്നെ അക്കൗണ്ടൻസിയുടെ ബേസിക്സ് പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് വെച്ചാൽ അവരൊക്കെ ഐ വാസ് ഓൺലി നോൺ കോമേഴ്സ് സ്റ്റുഡൻറ് ഇൻ BCom. ബാക്കി എല്ലാവരും കോമേഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ തന്നെയായിരുന്നു BCom-ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ബേസിക്സ് ഒന്നും പിന്നെ BCom-ന് പഠിപ്പിക്കൂല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അക്കൗണ്ടൻസി. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു എക്കോസിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോ CA പഠിക്കുകയാണെങ്കിലും ഇപ്പൊ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും നമുക്കത് യൂട്യൂബിലൂടെ പഠിക്കാം, ഓൺലൈനിൽ പഠിക്കാം, പല രീതിയിലും പഠിക്കാം. പക്ഷെ ലക്ഷ്യ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രസക്തി വരുന്നത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഫ്രണ്ട്സ്, കൂടെയുള്ള മെന്റേഴ്സ്, ഫാക്കൽറ്റീസ് അല്ലെ. കാരണം ഇത് കംപ്ലീറ്റ് ഒരു എക്കോസിസ്റ്റം ആണല്ലോ. ഇതെല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോഴല്ലേ ഒരു പഠിത്തം. പണ്ടൊക്കെ CA പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഭയങ്കര വീക്കാണ്, അതില്ല. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബേസില്ല. സയൻസ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊമേഴ്സിന്റെ +1 +2 ബേസ് കൊടുക്കും. ഈ ബേസ് കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ നമ്മളെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ സയൻസ് സ്റ്റുഡൻസ് പെട്ടെന്ന് അഡാപ്റ്റഡ് ആവും. കൊമേഴ്സ് സ്റ്റുഡൻസ് ചിലപ്പോൾ അവർ ഇപ്പോഴും ഞങ്ങളാണത് ആദ്യമായിട്ട് കേൾക്കുന്നത്. കാരണം എന്താ പറയുക, ഈ +1 +2 നമ്മൾ ഈ മാർക്ക് വെച്ചിട്ട് കുട്ടികളെ അനലൈസ് ചെയ്യാൻ തീരെ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ +1 +2 നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാ കുട്ടികളോടും പറയാറുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉഴപ്പിയിട്ടുണ്ടാവുക നിങ്ങൾ ചിലപ്പോൾ +1 +2 ആയിരിക്കും. കാരണം ഈ 10th 10th ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പാരൻസിന്റെ കൺട്രോളിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. ക്ലാസ്, ട്യൂഷൻ, ടീച്ചിങ് ഇത് മാത്രമാണ് ഉണ്ടാവുക. +1 +2 എത്തുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പുതിയ ഫ്രണ്ട്സ്, അവരുടെ ഒരു ഏജ് കുറച്ചും കൂടിയും ആ ഒരു ലെവലിലാണ്. അപ്പോൾ നല്ല അടിച്ചുപൊളിക്ക് പോയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ +1 +2 പഠിക്കുമ്പോൾ ഡെയിലി ബുക്ക് എടുക്കുമായിരുന്നോ? ഇല്ല സാറേ, എക്സാമിന്റെ തലേ ദിവസം പഠിച്ചു. അപ്പൊ എക്സാമിന്റെ തലേ ദിവസം പഠിച്ചിട്ടാണ് അവർക്ക് ആ മാർക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടി +2 മാർക്ക് കുറവായതുകൊണ്ട് CA-ലേക്ക് വരാനുള്ള കോൺഫിഡൻസ് കുറവ് കാണിക്കുന്നത് മണ്ടത്തരമാണ്. ആ കുട്ടിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടാവും പലപ്പോഴും. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റൈലിലേക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ബേസ് കൊടുക്കും. ഇപ്പോൾ ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം എങ്ങനെ ലോ പഠിക്കണം. കാരണം കുട്ടികൾ ബൈ ഹാർട്ട് സിസ്റ്റത്തിലായിരിക്കും വരിക. നമ്മളതിനെ മാറ്റിയിട്ട് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. എഴുതാനുള്ള രീതികൾ, ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ഞാനിപ്പോൾ AI യൂസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീരെ അവർ ലാംഗ്വേജ് അത്ര ഓക്കെ അല്ലാന്നുണ്ടെങ്കിലും അവരൊന്നുമില്ല, എല്ലാ ദിവസവും വൈകിട്ട് ഒരു 10 മിനിറ്റ് ചാറ്റ് ചെയ്തിട്ട് തന്നെ അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊന്ന് ചെയ്യുന്നുണ്ട്. AI എന്ന് പറയുമ്പോൾ അവസാനം ഫാക്കൽറ്റി AI ആവോ സാർ? എന്തോ AI-നെ പറ്റിയിട്ട്
അഭിപ്രായം ഇല്ല. അങ്ങനല്ല, അതിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും ടീച്ചിങ്ങിനകത്തൊരു പേഴ്സണൽ ടച്ച് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ AI ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ക്രിയേഷൻ അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മാം, ഈ AI എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഇപ്പോൾ അക്കൗണ്ടിങ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഇനീഷ്യലൊക്കെ ടാക്സ് ഫയലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പേപ്പറിലൊക്കെ എഴുതിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഫയൽ ചെയ്യും. പിന്നെ കമ്പ്യൂട്ടർ ടാക്സ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് വന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫയൽ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ ഒരു മാറ്റം വന്നു, 1961 എന്നൊരു പുതിയ ആക്ടിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഓട്ടോമേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ CA-കാരൻ്റെ ഇപ്പോൾ ഓഡിറ്റ് ഇല്ലാണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ബാങ്ക് ഓഡിറ്റ്സ് നിർത്തും, അത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഓഡിറ്റ്സ് ഇന്ന കമ്പനീസ് മാത്രം ചെയ്താൽ മതി, മുന്നോട്ട് ഗവൺമെന്റ് പറയും വെറുതെ ചെറുകിട കമ്പനീസ് ഒന്നും ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സിഗ്നേച്ചറിന്റെ വാല്യൂ പോകുമ്പോൾ CA കോഴ്സിന്റെ എന്തായിരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുക? അവിനാശിന് ഓർമ്മ ഉണ്ടാവില്ല, 90s-ന്റെ അവസാനവും 2000s നമ്മൾ ഈ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ, കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഇതേ ഒരു പേടിയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടാവോ, നമ്മുടെ ജോലിയൊക്കെ നീ കമ്പ്യൂട്ടർ ചെയ്യാൻ പോവുകയാണോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഈ കമ്പ്യൂട്ടേഴ്സും ഓട്ടോമേഷൻസും ഒക്കെ നമ്മുടെ ജോലി എളുപ്പാക്കുന്നല്ലാണ്ട് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. റീപ്ലേസ് ചെയ്യുമായിരിക്കാം, നിങ്ങൾ AI ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റീപ്ലേസ്ഡ് ആവും. അതർവൈസ് നിങ്ങൾ AI-യുടെ ഒപ്പം തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ജോലി സാധ്യതകൾക്കൊന്നും, മാത്രമല്ല നമ്മുടെ ജോലി എളുപ്പമാവേ ചെയ്യണ്ടാവുള്ളൂ. അപ്പോൾ 1-2 വർക്ക് ചെയ്യണതിന് പകരം ഒരേ സമയം നമുക്ക് 5-6 വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കാര്യങ്ങൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടും വർക്ക് ചെയ്യാൻ പറ്റണത്. എനിക്ക് ഇടയാണല്ലോ എന്ന് വെച്ചാലേ, പലപ്പോഴും നമ്മൾ AI റീപ്ലേസ്മെന്റ് ഞാൻ കണ്ടെടുത്തോളം AI മാത്രമല്ല ടെക്നോളജി റീപ്ലേസ്മെന്റ് ആയാലും പലപ്പോഴും ലോവർ ലെവലിൽ നിൽക്കുന്നവരാണ് എഫക്ട് ചെയ്യുന്നത്. ഞാൻ സാധാരണ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ CCTV സിസ്റ്റം വന്നപ്പോൾ വാച്ച്മാന്റെ ജോലി ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അപ്പോഴും ബാങ്ക് മാനേജർ ജോലി പോയിട്ടില്ല എന്നുള്ളതാണ് സംഭവം. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് വന്ന സമയത്ത് പണ്ട് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ടന്റിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരുന്ന സെയിൽസ് റെക്കോർഡ് ചെയ്യുക, അതിനുശേഷം അവർ ക്യാഷ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, ജേർണൽ എൻട്രി സെറ്റ് ആക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ദിവസം നോക്കിയിട്ട് ആളെ വെയിറ്റ് ചെയ്തിരിക്കണം. വരുന്ന ദിവസം ഭയങ്കര സ്വീകരണമൊക്കെ ആയിരിക്കും പുള്ളിക്ക്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് കാഷ്യർ എടുത്തൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം, ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാ ദിവസവും സെയിൽസും ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ ടെക്നോളജി മെയിൻ ഡെവലപ്പ് ആയി വരുമ്പോൾ ലോവർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ജോബ് എഫക്ട് ചെയ്യുന്നുണ്ട്. എഫക്ട് ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിലുള്ള ജോലിക്കാരുടെ എണ്ണം ചിലപ്പോൾ കുറയാം. പക്ഷെ CA-കാരന്റെ ജോലി അവിടെ കൂടുകയാണ്. കാരണം അവർ ഒരു ദിവസം കൊണ്ട് ചെയ്ത ജോലി അവർക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് കറക്റ്റാണ്. അത് ഭയങ്കര നല്ല പോയിന്റാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. സാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ AI വന്നുകൊണ്ട് ഒരിക്കലും ആ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ജോലിയൊന്നും പോകുന്നില്ല. കൂടെയുള്ള സ്റ്റാഫിന്റെ എണ്ണം കുറയായിരിക്കും. ഇപ്പൊ മാം പറഞ്ഞ പോലെ AI വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അഡാപ്റ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്മിത മാം ആണെങ്കിലും റമീസ് സാർ ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് കൂടുതലും എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് പ്രോബ്ലം ഉണ്ട്, മാം കുറച്ചും കൂടി കൂടുതൽ ഓഫ്ലൈൻ ക്ലാസ് എടുത്ത ടൈമിലാണ് കോവിഡും കൊറോണ ഒക്കെ വരുന്നത്. എന്നാൽ ആ സമയത്ത് എങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു? ആ സിറ്റുവേഷനിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടി വരും, വേറെ വഴിയില്ല. ആ സമയത്ത് നമ്മൾ ടെക്നോളജി പഠിക്കണം. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ബേസിക്കലി നിങ്ങളെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ഇത് വരുള്ളൂ. ഇതൊരിക്കലും നിങ്ങളുടെ വർക്കിന് എന്ത് ചെയ്യില്ല, ഡിസ്റപ്റ്റ് ചെയ്യുന്ന പോലെ. ലോവർ ലെവലിൽ എന്തായാലും ഡിസ്റപ്ഷൻ വരും, അതിലൊരു ഡൗട്ടും ഇല്ല.